ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി വരും. കോടതി നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതി സഞ്ജയ് റോയ് കോടതിയിൽ പറയുകയുണ്ടായി. കൊൽക്കത്ത സിയാൽദ കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. സ്വാതി ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. സ്വാതി, രാജ്യം കാത്തിരിക്കുന്ന കേസ് കൂടിയാണ് ഈ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഏറ്റവും ഹീനമായ കൊലപാതകം. ബലാത്സംഗം ചെയ്താണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അതിലെന്ത് ശിക്ഷയായിരിക്കും ഈ പ്രതിയായ സഞ്ജയ് റോയ്ക്ക് നൽകുക എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കോടതി നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ വിധി പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? മനു, കോടതി നടപടികൾ 12:30 തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതി സഞ്ജയ് റോയ് കോടതിയിലെത്തി വാദം കേൾക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദം പുരോഗമിക്കവേ തന്നെ ഇയാൾ ചൂണ്ടിക്കാണിച്ചത് ഇയാൾ നിരപരാധിയാണെന്നാണ്. അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന സ്ഥിതി തന്നെയാണ് കോടതിയിൽ നടക്കുന്നത്. അതേസമയം താങ്കൾ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കോടതി സൂചിപ്പിക്കുന്നത്. തന്നെ കുറ്റവാളിയാക്കിയതാണ്, മറ്റു പലരും ഇതിന്റെ പിന്നിലുണ്ട്, താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സഞ്ജയ് റോയ് ആവർത്തിക്കുന്നത്. എന്നാൽ അതിനൊക്കെയുള്ള തെളിവുകൾ എവിടെയെന്ന് കോടതി ചോദിക്കുകയാണ്. എന്തായാലും ഈ വിഷയം രാജ്യവ്യാപകമായി കൊള്ളടക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-നാണ് ഈ ജൂനിയർ ഡോക്ടറെ ഡ്യൂട്ടിയിലിരിക്കെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഇതിന് പിന്നിൽ കൂട്ടാളികൾ ഉണ്ട് എന്നുള്ള നിലപാടിൽ തന്നെ ഇപ്പോൾ കുടുംബം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസം കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായതാണ്. ഇതിൽ കൃത്യമായും സംസ്ഥാന സർക്കാർ, അതായത് പശ്ചിമ ബംഗാളിലെ മമതാ സർക്കാർ ഈ വിഷയത്തിൽ കാട്ടിയിട്ടുള്ള അലംഭാവവും അതോടൊപ്പം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ തന്നെ കൊൽക്കത്ത പോലീസിന്റെ നീക്കവും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കേസിൽ വലിയ വിമർശനങ്ങൾ CBIയും അതോടൊപ്പം തന്നെ കൊൽക്കത്ത പോലീസും നേരിടുന്ന സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും രാജ്യത്ത് ഈ വിഷയത്തെ പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ CBI ഈ കേസിൽ എന്ത് തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ചില ദുരൂഹതകൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള ആക്ഷേപം കൂടി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാതി, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇപ്പോഴും ഈ സഞ്ജയ് റോയ് മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. അയാൾ ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തത് എന്ന കണ്ടെത്തലാണ് ലോക്കൽ പോലീസിന് പുറമെ CBIയും നടത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും വലിയ സംശയങ്ങൾ, ദുരൂഹതകൾ നിൽക്കുന്നുണ്ട്. കുടുംബമടക്കം അത് പറയുന്നുണ്ട്, മറ്റു പ്രതികൾ ഇതിന് പുറകിലുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ എന്തുകൊണ്ട് ഈ കേസിൽ ഒരുപാട് ആരോപണ വിധേയനായ, ഒരുപാട് തെറ്റുകൾക്ക് ഇടവരുത്തിയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സഞ്ജയ് ഘോഷ് അദ്ദേഹത്തിനെ പ്രതി ചേർക്കാത്ത സാഹചര്യം, ഇതൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. തീർച്ചയായും മനു, ഇതിൽ ഏറ്റവും ഈ മുഖ്യപ്രതി എന്ന് പറയുന്ന സഞ്ജയ് റോയ്ക്കൊപ്പം തന്നെ കുറ്റവാളികളാണ് എന്ന് കുടുംബവും അതോടൊപ്പം തന്നെ ആശുപത്രി ജീവനക്കാരും വിശ്വസിക്കുന്നത് ഈ മുൻ പ്രിൻസിപ്പലായിട്ടുള്ള സന്ദീപ് ഘോഷാണ്. സന്ദീപ് ഘോഷും അതോടൊപ്പം കൊൽക്കത്തയിലെ മുൻ പോലീസ് ഓഫീസർ അടക്കമുള്ളവർക്ക് ഈ കേസിൽ കൃത്യമായ പങ്കാളിത്തമുണ്ട്. കൃത്യമായും ഈ വിഷയത്തിൽ അവരൊക്കെ തന്നെയും പങ്കാളികളാണ് എന്നുള്ള ആരോപണം ശക്തമാവുകയാണ്. എന്നാൽ ഇവർക്കെതിരെ ഒന്നും ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ് CBI സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം ഉണ്ടാകുമ്പോൾ അവർ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി തവണ കേന്ദ്ര സർക്കാരിനും അവർ കുടുംബം കത്തയച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ കൂടുതൽ അന്വേഷണം വേണം, അല്ലെങ്കിൽ കൃത്യമായ രീതിയിലല്ല അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യം കുടുംബം നിരവധി തവണ ചൂണ്ടിക്കാണിച്ചതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അടക്കം കുടുംബം കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ വിഷയത്തിൽ CBIയും കൊൽക്കത്ത പോലീസും കൃത്യമായിട്ടും ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ചും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇതിന് പിന്നാലെ ഉണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ കൃത്യമായും മമതാ ബാനർജി അടക്കം ഇടപെട്ടുകൊണ്ട് ഇവരെ സംരക്ഷിക്കുവാനുള്ള നീക്കം തുടക്കം മുതൽ തന്നെ നടത്തിയിരുന്നു. അത്തരത്തിലൊരു ദുരൂഹത ഇപ്പോഴും ഈ കേസിൽ നിലനിൽക്കുകയാണ്. എന്നിരുന്നാലും ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുമ്പോൾ ഇയാൾ കുറ്റവാളിയാണെന്ന് കൃത്യമായും കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയും വധശിക്ഷയാണ് ഇപ്പോൾ CBI ഈ വിഷയത്തിൽ ഈ കേസിൽ വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് CBI ഉറച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെയും പ്രതി ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വധശിക്ഷ 2:30-ന് ഈ കേസിൽ വിധി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതുതായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർജിക്കർ മെഡിക്കൽ കോളേജ് കൊലപാതകത്തിൽ 2:30-ക്ക് ശിക്ഷാവിധി പറയും. സിയാൽദ കോടതിയുടെ തീരുമാനം. വധശിക്ഷ നൽകണമെന്നാണ് ഇപ്പോൾ CBI ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2:30-ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് ശിക്ഷാവിധി പ്രഖ്യാപിക്കും. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. 2:30-ക്കാണ് ശിക്ഷാവിധി. ഒറ്റപ്രതിയാണ് കേസിലുള്ളത്. സഞ്ജയ് റായ് എന്ന് പറയുന്ന പ്രതി, അയാൾക്കെതിരെ വധശിക്ഷയടക്കം നൽകാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നറിയാൻ നമുക്ക് 2:30 വരെ കാത്തിരിക്കാം. രാജ്യം ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു കേസ് കൂടിയാണ്. വലിയ കോളിളക്കമുണ്ടായ സംഭവം കൂടിയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ കൊലപാതകം എന്ന് പറയുന്നത്. 2:30-ക്ക് ശിക്ഷാവിധി പ്രഖ്യാപിക്കും. സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.